ഹലോ ഫ്രണ്ട്സ്, ഈ ത്രിസന്ധ്യ നേരത്തെ ഞാനും ഏട്ടനും വൈദ്യം കൂടെ എങ്ങോട്ടേക്കാണെന്നല്ലേ? ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണ്. ഏട്ടൻ സാമിയായത് കാരണം രാവിലെയും വൈകിട്ടും സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോവാറുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് കൂടെ പോകാൻ പറ്റാറില്ല. എന്നും എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാവും. പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നേരത്തെ കഴിഞ്ഞു. അമ്പലത്തിലോട്ട് വരുന്നുവെന്ന് ഏട്ടൻ ചോദിക്കേണ്ട താമസം ഞാൻ ഓക്കെ പറഞ്ഞു കൂടെ പോയി. വാര്യം ശാസ്താംകോട്ട അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോയത്. ഇവിടെ ഇതിനു മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 1-2 തവണയായി പോകാമെന്ന് പറയുന്നതല്ലാതെ നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ ഇങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. ഈ അമ്പലത്തിന് ചുറ്റും ഒരു പ്രത്യേക വൈബാണ്. ആദ്യം പുറത്ത് ദേവിയെ കണ്ട് തൊഴുത ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നടവഴിയിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ആ അവസരം വൈദ്യു നല്ലോണം മുതലാക്കി. അവൾ ഏതാണ്ട് പാർക്കിൽ പോയ സന്തോഷത്തിൽ അവിടെ ഓടിക്കളിച്ച് നടക്കുമായിരുന്നു. തൊഴുതിട്ട് കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അവിടെ പൂജാരി അയ്യപ്പൻ്റെ അടുത്ത് പൂജ ചെയ്യാൻ പോയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് പ്രസാദം കിട്ടാൻ വൈകി. അത്രയും നേരം വൈദ്യുവിൻ്റെ കളിയിൽ നോക്കി അവിടെ ഇരിക്കുകയായിരുന്നു. ഏട്ടൻ കൈകെട്ടി നടക്കുന്ന കണ്ടിട്ട് അവളും അതുപോലെ തന്നെ ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ അങ്ങനെയല്ലേ? നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ അവരും ചെയ്യും. നമ്മൾ എന്താണോ പറയുന്നത് അത് തന്നെ അവരും പറയും. വൈദ്യു ഇപ്പോൾ ഏകദേശം ആ ഒരു സ്റ്റേജിലാണ്. നമ്മൾ പറയുന്നതൊക്കെ അവൾ കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. ചെയ്യുന്നതൊക്കെ അവൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അവൾ വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവൾ ചെയ്യുന്ന കാര്യത്തിൽ മുഴുകിക്കൊണ്ടിരുന്നു. പിന്നെ അവിടുന്ന് ചന്ദനം വാങ്ങി ഞങ്ങളിങ്ങ് പോന്നു.